Hello everyone, welcome to Handcrafty. So ഇന്നത്തെ വീഡിയോ ഈ ഒരു റെസിൻ വർക്കിന്റെ പാക്കിംഗ് വീഡിയോ ആണ്. ആൻഡ് ഇത് ലാസ്റ്റ് ടൈം ഞാൻ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും ഐ വാസ് ഹാവിങ് സം പ്രോബ്ലം വിത്ത് ഓഡിയോ ആൻഡ് സോ അതുകൊണ്ട് ഇന്ന് ഒന്നും കൂടി റീഅപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് ഇത് വന്നിട്ട് കുറച്ച് ലൈറ്റ്സ് ഒക്കെ കൊടുത്തും അതുപോലെ തന്നെ ഫോട്ടോ വെച്ചിട്ടോ ചെയ്തേക്കുന്ന ഒരു വർക്കാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Another specialty Masala, what I'm going to do is I'm going to remove all this shopping materials that I've got. Like now shopping and use it to packing and the resin working setting the light to control one. Here controlling to so let's keep it aside. And now I'm using the packing paper and using the ഇതെനിക്ക് എപ്പോഴും എന്റെ ഷോപ്പ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ബട്ട് സ്റ്റിൽ യൂസ് ഇറ്റ്. ആൻഡ് ഇതിങ്ങനെ നമുക്ക് സ്ട്രെച്ച് ചെയ്തത് കുറച്ചുകൂടെ ബൾക്കി ആയിട്ട് വരും. ആൻഡ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പാക്കിംഗ് ചെയ്യുന്നത് നമ്മുടെ റെസിന്റെ കൂടെ തന്നെ വെക്കാനുള്ള സിസ്റ്റം ഉള്ളത്. ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ പാക്ക് ചെയ്യുന്നില്ല, കീപ് ഇറ്റ് സെപ്പറേറ്റ് ബിക്കോസ് അതെല്ലാം ബ്രേക്ക് ആവുന്ന കാര്യമാണ്. റെസിൻ ബ്രേക്ക് ആവുന്ന വരുന്ന ബട്ട് സ്റ്റിൽ ഫോൾഡ് ഇറ്റ് ഇൻ ദിസ് പേപ്പർ. സിമ്പിൾ ആയിട്ട് ഫോൾഡ് ചെയ്യാണ്. I hope you can understand this one. And ഇതിൽ തന്നെ താങ്ക് യു സ്റ്റിക്കർ ഓൾസോ ഒട്ടിക്കണം. I'm going to fold it again. The stickers. So നമ്മുടെ റെസിൻ പാക്ക് ചെയ്തത് എനിക്കൊന്ന് യൂസിന് നോക്കിയ ബോക്സ് ആണ്. ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് നമ്മൾ റെസിൻ പാക്ക് ചെയ്തത് വെക്കണം along with the assistant. So what we're going to do now is ഇനി നമ്മൾ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള പാക്കിംഗ് മേക്കപ്പ് ബോക്സിൽ ചെയ്യാം. So that it will give identity of a makeup box. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ തന്നെ ഉള്ള മെറ്റീരിയലാണ്. ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ ഇവിടെ ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഉണ്ടായിരുന്നു. ഞാൻ അതൊന്ന് യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. കുറച്ച് പഴയതാണ് ബട്ട് സ്റ്റിൽ സംതിങ് റിയലി ഗുഡ് ഔട്ട് ഓഫ് ദിസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ പേപ്പർ കട്ട് ഔട്ട് ചെയ്തെടുക്കണം. നമ്മളുടെ ബോക്സിന്റെ സൈസിൽ ഓൾമോസ്റ്റ് സൈസ് കൺസിഡർ ചെയ്തിട്ടാണ് ഒരു സ്ക്വയർ ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കൊന്ന് ഫോൾഡ് ഇറ്റ് ലൈക്ക് ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഫോൾഡ് ഇറ്റ് ലൈക്ക് എനിക്കത് എക്സ്ട്രാ ഒരു സെല്ലോ ടേപ്പ് പോലെ യൂസ് ചെയ്യാണ്ട് ഇതിനെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം രീതിയിലാണ്. ഇറ്റ്സ് നോർമൽ വേ ആണ്. പക്ഷേ മാക്സിമം ഞാൻ നന്നായിട്ട് ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ദാറ്റ് നമുക്ക് സെല്ലോ ടേപ്പ് ഒന്നും വേണ്ടാത്ത രീതിയിൽ ഞാൻ ഒരു പീസൊന്നും യൂസ് ചെയ്തിട്ടില്ല. എല്ലാം ഫോൾഡ് ചെയ്തിരിക്കുന്നത് മുന്നിൽ ഒരു ഫേസിലോട്ട് കൊണ്ടുപോയിക്കോ. ലൈക്ക് ഏറ്റവും ഫ്രണ്ടിലെ ഫേസിലോട്ട് ഞാൻ എല്ലാം ഫോൾഡ് ചെയ്തിരിക്കുന്ന സൈഡിൽ നിന്ന് സൈഡിലെ ഫേസിലോട്ട് കൊണ്ടുവരുവാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് വിസിബിൾ. ഒരു സൈഡ് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു, അടുത്ത സൈഡിൽ അതുപോലെ തന്നെ ഏറ്റവും മുകളിലോട്ടാണ് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. കുറച്ച് കൈ കൊണ്ടിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഗിവ് എ ഗുഡ് റിസൾട്ട് അതാണ്. വിത്തൗട്ട് ഫോട്ടോസ് വരുമ്പോഴത്തേക്കും നല്ല റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത്. ആൻഡ് റൈറ്റ് നൗ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വൈറ്റ് ത്രെഡാണ്. ഞാൻ അവിടെ കൈകൊണ്ട് പിടിച്ചിരുന്നു, പേപ്പേഴ്സ് എല്ലാം പിടിച്ചതോടെ തന്നെ വെച്ചിട്ട് വൈറ്റ് ത്രെഡ് വെച്ച് കിട്ടാവുന്നതാണ്. അങ്ങനെ മേക്ക് ക്യൂട്ട് ബട്ടർഫ്ലൈ അങ്ങനെ ഫോൾഡ് ചെയ്തപ്പോൾ തന്നെ ഇപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇറ്റ് ലുക്സ് റിയലി ഗുഡ് ഓൺ ദിസ്. ആൻഡ് ഇപ്പോൾ ഞാൻ ഒരു നോട്ട് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3-4 സർക്കിൾസായിട്ട് ലുക്ക് ചെയ്തതിന് കെട്ടിയത് ചെറിയൊരു കെട്ടാണ്. നോർമലായിട്ട് ചെയ്യുന്ന ബട്ടർഫ്ലൈ മാത്രമാണ്. അതൊന്ന് എക്സസ് ആയിട്ടുള്ള ത്രെഡ് കട്ട് ചെയ്ത് കളയുന്നു. And after this, what I'm going to do is I'm going to write thank you from Handcrafty. Then on the ഫ്രണ്ടിലായിട്ട് I'm going to give one extra design. Usually enhance ചെയ്യാൻ വേണ്ടി I'm going to draw something here. It's flowers, like a bunch of flowers, and I'm making with this white
വൈറ്റ് വെച്ചിട്ട് നമ്മൾ ബ്ലാക്കിൽ വരയ്ക്കുമ്പോഴത്തേക്കും ലുക്ക് സോ ഗുഡ്, നല്ല ഭംഗിയായിരിക്കും. നമ്മൾ റഫ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇപ്പോൾ വരച്ചേക്കുന്നത് കുറച്ച് ലീഫും ഫ്ലവേഴ്സ് ഒക്കെയാണ് ഇതിപ്പോൾ വരച്ചേക്കുന്നത്. I love this kind of flowers like daisy and പിന്നെ ഒറിജിനലി ഫ്ലവറിനെ എനിക്കറിയത്തില്ല, ബട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഭയങ്കര ഈസിയാണ് അത് വരയ്ക്കാൻ വേണ്ടിയിട്ടായാലും, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ചൂസ് ചെയ്തേക്കുന്നത്. സോ അതിപ്പോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. I think it's looking so good. Now I'm going to add this artificial flower also. ഇതുവരെ ഞാനിപ്പോ ഇവിടെ ഗ്ലൂ ചെയ്തല്ല വെക്കാൻ പോകുന്നത്. What I'm going to do is I'm going to keep it inside the thread. ത്രെഡിനുള്ളിൽ ഞാൻ ഇപ്പം വെച്ചിട്ടുള്ളത്. So that's it. The final outcome. I hope everyone liked it. So you can expect more videos from handcrafting. I'll like, subscribe more, and thank you from handcrafty and me.